ഫറൂഖ്, ദയവായി താങ്കൾ അതായത് SFIയുടെ ആരോപണം കേൾക്കുക. അത് ആരോപണമല്ല, വസ്തുതാപരം ആണ് എന്നുള്ളതാണ് SFIയുടെ പ്രതിനിധി ഇവിടെ സൂചിപ്പിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, അതായത് ക്യാമ്പസിലെ യൂണിയന്റെ ഭാഗമായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുടെ രാഷ്ട്രീയം മാത്രമാണ് ഇവിടെ പറഞ്ഞത്. ആ യൂണിയൻ ഭാരവാഹി SFI അല്ല KSUവിൻ്റെ അംഗമായിരുന്നുവെങ്കിൽ വളരെ കൃത്യമായി KSU എന്ന് തന്നെ ഇൻട്രോയിൽ പറയും. ABVPയുടെ ഭാരവാഹിയായിരുന്നുവെങ്കിൽ ABVP എന്ന് തന്നെ പറയുക തന്നെ ചെയ്യും. അതിന് അപ്പുറത്തേക്ക് പോകാൻ സാധിക്കാത്തത് വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്ത് നിന്നടക്കമുള്ള സ്ഥിരീകരണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്നതിനാലാണ്. താങ്കൾ ആ പ്രതികരണം ഒന്ന് കേട്ടു നോക്കുക. അതിനുശേഷം ഞാൻ താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. ഇന്ന് രാവിലെ തൊട്ട് അറസ്റ്റിലാക്കപ്പെട്ട ഈ ശാലിക്കുമായി ബന്ധപ്പെട്ട് അയാൾ പൂർവ്വ വിദ്യാർത്ഥി എന്നല്ലാതെ അയാൾ KSUവിന്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നോ, അയാൾ അവിടുത്തെ നേതാവായിരുന്നോ, മെമ്പർഷിപ്പ് വാങ്ങുന്ന ഫോട്ടോ ആരാ കാണാത്തത്? മെമ്പർഷിപ്പ് കൊടുക്കുന്ന നേതാവ് നിസാരനായ നേതാവ്. ഈ പറഞ്ഞ ആളുകൾ ഒക്കെയാണ് ഇതിന്റെ ഹോൾസെയിൽ ഡീലർമാർ. യെസ്, ശ്രീ ഫറൂഖ്, താങ്കൾ ശ്രദ്ധിച്ചു കാണുമെന്ന് തോന്നുന്നു. അതായത് SFIയുടെ ആരോപണത്തിനപ്പുറം അവർ ചില ചിത്രങ്ങൾ സഹിതം ആണ് ഈ പേരുകൾ പുറത്തുവിടുന്നത്. അതായത് പൂർവ്വ വിദ്യാർത്ഥികൾ 2 പേർ ഇന്ന് പിടിയിലാവുമ്പോൾ അവർക്ക് KSUവുമായുള്ള വളരെ കൃത്യമായ ബന്ധം ആണ് SFI പുറത്തുവിടുന്നത്. VD സതീശൻ പ്രതിപക്ഷ നേതാവ് അടക്കം CPIഎമ്മിനെയും അതിൻ്റെ പോഷക സംഘടനകളെയും SFI പോലുള്ള വിദ്യാർത്ഥി സംഘടനകളെയും ഒക്കെ അതിരൂക്ഷമായി വിമർശിച്ച് നിന്ന് കേരളം കേട്ടതാണ്. പക്ഷേ ആ കണ്ണിയിൽ KSUവും ഉണ്ട് എന്ന് SFI പറയുന്നു. മറുപടി ഉണ്ടോ? ഒന്ന് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. കളമശ്ശേരി പോളിടെക്നിക് ഉണ്ടായ ഈ കഞ്ചാവ്, ഇതുമായി ബന്ധപ്പെട്ട് ജാള്യതയാണ്. SFIയുടെ നേതാവിന്റെ ജാള്യത എല്ലാം പുറത്തു വന്നു എന്നുള്ളത് നമുക്കിപ്പോ കാണാൻ കഴിഞ്ഞു. ഇവരാദ്യം അവിടുത്തെ യൂണിയൻ ജനറൽ സെക്രട്ടറി അഭിരാജിനെ പിടിച്ചപ്പോ ഈ അഭിരാജ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒന്നുമില്ല, വെറുതെ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയന്റെ പോലീസ് കെട്ടിച്ചമച്ചതാണെന്ന് പറഞ്ഞു. നിഷ്കളങ്കരായ കേരളീയ ജനമേ, നമുക്കങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ? എന്തെങ്കിലും ഒരു പഴുതുണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു SFIക്കാരൻ ഇതിൽ പിടിക്കപ്പെടുമായിരുന്നു. കാരണം പോലീസ് ആരാണ് രാഷ്ട്രീയ എല്ലാ രക്ഷാ കവചം ഒരുക്കി കൊടുക്കുന്നതും ഈ പോലീസും ഈ ഭരണകൂടവുമാണ്. പക്ഷേ ഇത് അവിടുത്തെ പ്രിൻസിപ്പൽ വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞു, ഇവിടെ വരണം, ഇവിടെ സെർച്ച് ചെയ്യണം, ഇവിടെ ഏറ്റവും മാരകമായ ലഹരി ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എഫക്റ്റീവായിട്ട് പ്രവർത്തിച്ചു. അതിന്റെ പേരിൽ അഭിരാജ് എന്ന് പറയുന്ന യൂണിയൻ ജനറൽ സെക്രട്ടറിയെ SFI നേതാവിനെ പിടിച്ചപ്പോ ഇതേ ഏരിയ സെക്രട്ടറി അന്ന് വന്നിട്ട് പറഞ്ഞു, പാവമാണ്, നിഷ്കളങ്കനാണ്, നീതിമാനാണ്, ഞങ്ങളുടെ SFIയുടെ ഈ പ്രവർത്തകൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. ഇന്ന് പറയുന്നു ഞങ്ങൾ SFIയിൽ നിന്ന് പുറത്താക്കിയെന്ന്. ശരി, അവിടെയാണ് ഫാറൂഖ് എന്റെ ചോദ്യം ഉണ്ടാകുന്നത്. SFI ആ വിദ്യാർത്ഥിയെ പുറത്താക്കിയിരിക്കുന്നു. KSUവിനോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനോ ഒക്കെ ഈ KSU ബന്ധത്തെ സംബന്ധിച്ചൊരു മറുപടി ഉണ്ടോ? ഈ രണ്ടാമത് ഞാൻ അതിലേക്ക് കടന്നു വരാം. പിന്നീട് അവർ പറഞ്ഞൊരു പേരുണ്ട്, അഭിലാഷ് അറിയോ? ആരാണ് ആ പേര്? ആദിൽ എന്ന KSUക്കാരൻ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ പിണറായി വിജയന്റെ CPM ഭരിക്കുന്ന LDF ഭരിക്കുന്ന പിണറായി ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ ഈ കേരളത്തിലെ പോലീസ് അധികാരികൾ തന്നെ ആദിലിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ഇന്ന് DCP പറഞ്ഞത് എന്താണ്? ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതാണ് എന്താണ്? ആദിന് തെളിവുകളില്ല, അതുകൊണ്ട് അദ്ദേഹത്തെ ഇപ്പൊ പ്രതി ചേർക്കാൻ കഴിയില്ല. ഇവരാദ്യം പറഞ്ഞ പേരിൽ നിന്ന് പുറകോട്ട് പോയോ? എന്റെ ഒരു ചോദ്യമാണ്. ഈ പേരിൽ നിന്ന് പുറകോട്ട് പോയോ? ഇനി രണ്ടാമത്, അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളല്ല ഇന്ന് അതിന്റെ ഇവിടെ കൊണ്ടെത്തിച്ച സോഴ്സുകളിലേക്ക് പോവുകയാണെന്നാ പറഞ്ഞത്. തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. അവിടെ പിടിക്കപ്പെട്ട 2 പേര്, ഒന്ന് ആഷിഖ്, 2 ഷാരിഖ്. ഇവർക്ക് KSU ബന്ധമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ പുറത്തു വരുന്നത്. ഞങ്ങൾ അസന്നിഗ്ധമായി പറയാണ്, ഇത് SFIയുടെ ഈ വാക്കുകളല്ല. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അലോഷ്യസ് സേവ്യർ ഇന്നലെ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇതിനകത്ത് KSU ഉണ്ടെങ്കിൽ, യൂത്ത് കോൺഗ്രസ് ഉണ്ടെങ്കിൽ, ആരുണ്ടെങ്കിലും അവർ ഈ പാർട്ടിക്കകത്ത് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അവർക്ക് ഒരു തരത്തിലുള്ള രക്ഷാ കവചം ഒരുക്കി കൊടുക്കില്ല എന്ന് പറയാൻ ഇച്ഛാശക്തിയോടുകൂടി എല്ലാ വിദ്യാർത്ഥി സംഘടനകളുടെയും തള്ളാണ് ശ്രീ ഫറൂഖ്. അതിലൊന്നും ഒരു പുതുമയും താങ്കൾ അല്പസമയം മുമ്പ് ചോദിച്ചല്ലോ. അതായത് ഈ പിണറായി വിജയന്റെ പോലീസ് ഒരു SFIക്കാരനെ കുടുക്കി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന്. ആ പ്രേക്ഷകർ തന്നെയാണ് ഫറൂഖ് താങ്കൾ ഈ പറഞ്ഞ ഡയലോഗും കേട്ടുകൊണ്ടിരിക്കുന്നത്.
ഇതൊക്കെ എല്ലാവരും പറയുന്നതാണെന്നേ. അതിനപ്പുറത്ത് PM ആർഷോയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. കളമശ്ശേരി പോളിയിലേക്ക് കഞ്ചാവ് എത്തിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ ഇന്ന് അന്വേഷണ സംഘം പൊക്കിയിട്ടുണ്ട്. കേരളത്തിലെ മാപ്രകൾ ഞങ്ങളെയാണ് വിശേഷിപ്പിക്കുന്നത്. രാഷ്ട്രീയ തിരയിൽ ഏറെക്കുറെ അവസാനിച്ച മട്ടാണ്. രാഷ്ട്രീയ തിരയൽ മുഖ്യപ്രതി ഷാലിക് 2023 KSU മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പോളിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന ചിത്രമാണിത്. അങ്ങനെ ഒരു ചിത്രം കൂടി ആർഷോ പങ്കുവച്ചിട്ടുണ്ട്. അവിടെയാണ് അലോഷി പറയേണ്ടത് മറുപടി. അതിനപ്പുറത്ത് ആരെങ്കിലും ഉണ്ട് എങ്കിൽ അത് KSUവിൽ ഉണ്ടാകില്ല എന്നല്ലല്ലോ പറയേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയല്ലേ ഞാൻ പറയുന്നത്. ഇപ്പൊ ഷാരിഖ് എന്ന് പറയുന്ന പ്രതിയെ പിടിച്ചു, അതും പൂർവ്വ വിദ്യാർത്ഥിയാണ്. നിലവിലെ KSUവിന്റെ ഒരു ഭാരമായിട്ടുണ്ടോ എന്ന് ഞാൻ SFIക്കാരോട് ചോദിക്കുകയാണ്. ഉണ്ടോ? അവരാണ് അത് തേടി പിടിക്കുന്നത്. ഉണ്ടെങ്കിൽ അറിയിക്കണം. ഒരു സംശയവുമില്ല, അവർക്ക് നിയമപരമായുള്ള ഒരു പരിരക്ഷ ഞങ്ങൾ കൊടുക്കില്ല. അവർ ഈ പാർട്ടിയോട് ഞങ്ങൾ തീരുമാനം എടുത്തിരിക്കുകയാണ്. കാരണം നമ്മുടെ പൊതുസമൂഹത്തിൽ വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിച്ച ഒരാളെ SFI തെളിയിക്കുമ്പോഴാണോ KSUവിന് മനസ്സിലാവുകയുള്ളൂ? അല്ലെങ്കിൽ കോൺഗ്രസ് സംവിധാനത്തിന് ഇത് കോൺഗ്രസ് അനുഭാവിയാണോ, കോൺഗ്രസിന്റെ സംഘടനകളിൽപ്പെട്ട ആളാണോ, വിദ്യാർത്ഥി യൂണിയന്റെ ഭാഗമായിരുന്നോ, ഇതൊക്കെ അറിയാൻ SFI പറഞ്ഞു നൽകണോ? നിലവിൽ KSUവിന്റെ ഒരു സ്ഥാനവും ഈ ഷാരിഖ് എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് ഇല്ലിപ്പോ. ഇനി ഏതെങ്കിലും തരത്തിൽ വേറെ ഏതെങ്കിലും സംഘടനാപരമായിട്ടുണ്ട് എങ്കിൽ ഇന്നു മുതൽ അദ്ദേഹം ഇല്ല ഈ പാർട്ടിക്കകത്ത്. ഞങ്ങൾ ഒരു രക്ഷയില്ല. ഒരു തരത്തിലും അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാനില്ല. അദ്ദേഹത്തെ മാറ്റി നിർത്തപ്പെടും. അത് ശക്തമായി പറയാം. SFIയുടെ വാക്കുകളല്ല. സിദ്ധാർത്ഥനെ കൊന്നവരെ ഞങ്ങൾ തള്ളിപ്പറയുന്നത് പറഞ്ഞു, പിന്നീട് കെട്ടിപ്പിടിച്ചു. ഇവർ TP ചന്ദ്രശേഖരനെ കൊന്നവരെ ഞങ്ങളല്ല കൊന്നെന്ന് പറഞ്ഞു, പിന്നീട് അവർക്ക് വേണ്ടിയിട്ട് ഇവർ വാദവുമായി കടന്നു വരുന്നു. കൃപേഷിനെയും ശരത്ലാലിനെയും കൊന്നവര് എന്താ പറഞ്ഞത്? ഞങ്ങളല്ല കൊന്നത്, ഞങ്ങളുടെ കൈ ശുദ്ധമാണെന്ന് പറഞ്ഞു. ആ പ്രതികൾക്ക് വേണ്ടി ജയിലിൽ പോകുമ്പോ ഇംഗ്ലാബ് വിളിച്ച ആളുകളാണ്. നിങ്ങൾ പറയുന്നതിൽ ആത്മാർത്ഥതയില്ല. അതാണ് പ്രശ്നം. നിങ്ങൾ പറയുന്നതിൽ ആത്മാർത്ഥത, SFIയും DYFIയും പറയുന്നതിൽ ആത്മാർത്ഥതയില്ല. നിങ്ങൾ ഇന്ന് ക്യാമ്പസുകളിൽ നിന്ന് പരിശോധിക്കുക. ഞാൻ ദയവിത് പറയാണ്, നിങ്ങൾ ഇതിന്റെ റിയാലിറ്റിയെ കുറിച്ചിട്ട് മനസ്സിലാക്കുക. ക്യാമ്പസുകൾക്കകത്ത് ഈ ഹോസ്റ്റലുകൾ ആരാണ് കയ്യേറിയിരിക്കുന്നത്? ആരുടെ കരങ്ങളിലാണ്? SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന. അവരുടെ കരങ്ങളിൽ, അവരുടെ ഭരണത്തിൽ നിൽക്കുന്ന. തീർച്ചയായും അവിടെ താങ്കൾ എന്താണ് പറയുന്നത്? SFIയുടെ ഭരണത്തിലോ കരങ്ങളിലോ ആകട്ടെ, ആ കരങ്ങളിലേക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയത് ആരാണ്? അതെ, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ സാമൂഹ്യ തിന്മയുമായി ബന്ധപ്പെട്ട് ഇതിപ്പോ പൂർവ്വ വിദ്യാർത്ഥിയാണ്. പൂർവ്വ വിദ്യാർത്ഥി എന്നാണ് പറയുന്നത്. അവിടെയുള്ള ഒരു വിദ്യാർത്ഥി യൂണിയൻ ജനറൽ സെക്രട്ടറിയാണ്. അതും കൂടി പറയണം. ഈ പൂർവ്വ വിദ്യാർത്ഥി ഇപ്പോൾ സംഘടനക്കകത്തില്ല. അപ്പോൾ ഇതൊരു ചെയിനായി പ്രവർത്തിക്കുന്നു. അതൊരു കൂട്ടുകച്ചവടമായി മാറുന്നു. അവിടെ ഈ ചാനൽ ചർച്ചകളിലോ അല്ലെങ്കിൽ മറ്റു വേദികളിലോ ഒക്കെ അനുഭാവികളെയും അണികളെയും ആനന്ദം കൊള്ളിക്കുന്ന പദപ്രയോഗങ്ങൾ കൊണ്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ആത്മാർത്ഥമായ നിലപാട് വിദ്യാർത്ഥി സംഘടനകൾ സ്വീകരിക്കണം. അത് തന്നെയാണ് ഈ ചർച്ചയുടെ പ്രസക്തി. പ്രിയപ്പെട്ട അഭിലാഷ്, അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. ആത്മാർത്ഥതയോടുകൂടി പറയുന്നു. പൂർവ്വ വിദ്യാർത്ഥി ഇപ്പോഴാണ് ഷാരിഖിനെ പിടിക്കുന്നത്. ഈ വ്യക്തി പാർട്ടിക്കകത്ത് ഏതെങ്കിലും ഒരു സ്ഥാനത്ത് കൊണ്ട് എന്നതേ പറയട്ടെ. ഇല്ല, അങ്ങനെ ഉണ്ട് എങ്കിൽ ഈ പാർട്ടിക്കകത്ത് ഉണ്ടാകില്ല. ഞങ്ങൾ സംരക്ഷണം നൽകില്ല. ഇന്നുമില്ല, നാളെയില്ല, ഇനി വരും കാലങ്ങളിൽ അത്തരം ആളുകളെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല. അത്തരം ആളുകൾക്ക് നിയമ പരിരക്ഷ നൽകില്ല എന്ന് ഞങ്ങൾ ഉറപ്പിക്കും. കാരണം ഈ സാമൂഹ്യ യുദ്ധത്തിനെതിരെ പോരാടിയിട്ടില്ലെങ്കിൽ ഞാനും നിങ്ങളൊക്കെ നാളുകൾ നമ്മുടെ മക്കളെ കൊണ്ട് മരണപ്പെടേണ്ട അവസ്ഥയിലേക്ക് വരിക. രാവിലെ എണീക്കുമ്പോൾ പിണറായി നിൽക്കുന്ന ഈ കാലത്ത് ഇല്ലാത്തൊരു കാലം, എന്തൊരു കാലമാണെന്ന് ആലോചിച്ച് നോക്കെ. രാവിലെ എണീച്ച് അച്ഛനും അമ്മയും സ്വന്തം മകന്റെ കരാർ കൊണ്ട് മരിക്കുമോ എന്ന് ഭയം, ഭീതിയോടുകൂടി ജീവിക്കുന്ന ഒരു കാലഘട്ടം.